കോളേജിലേക്ക് ടി സി വാങ്ങാൻ പോയ ദിവസത്തെ വിശേഷങ്ങൾ കണ്ടാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു ചാറ്റൽമഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സേഫ്റ്റിക്കും വേണ്ടി ഇട്ടതാണ് റെയിൻകോട്ട്. എത്തനാട്ടിൽ എത്താൻ നേരത്തെ ആദ്യമോള് വിളിച്ചിട്ടുണ്ടായിരുന്നോളെ ബസ് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ വൈക്ക് പോയി ഓളെ എടുത്തിട്ടാണ് പോയത്. ചെറിയ മഴ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റോട്ടിൽ ഫുള്ള് ചളിയാണ് കേട്ടോ. ഓളാണല്ലോ ബാക്കിൽ ഇരുന്നത്. അപ്പോൾ ഓളെ ഡ്രസ്സിലാണ് ഫുള്ള് ചളി അയക്കുന്നത്. ഇവിടെ കാണിച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല എനിക്കറിയാം. പക്ഷെ എന്നാലും അവസാനമായിട്ട് അത് കാണിച്ചു കൊടുക്കാൻ ഒരു പൂതിയോണ്ട് കാട്ടിക്കൊടുത്തതാണ്. ഞങ്ങളെ പേരും ക്ലാസും ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്ത് ഒപ്പിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിൽ കയറ്റിയത്. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മളെ ട്യൂട്ടറായിട്ടുള്ള അഞ്ജലി മിസ്സിനെ കാണുന്നത്. എൻ്റെ അടുത്ത് പോയി കുറെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഓഫീസിൽ പോയി. നിന്ന് നമ്മൾ ടി സി കിട്ടാലും മാത്രമല്ല ഈ കൈ പിടിച്ച് നിൽക്കുന്ന ഐഡന്റിറ്റി കാർഡ് പോലെ ഏൽപ്പിക്കുമാണ്. ഈ ഒരു പരിപാടി ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ കണ്ടിട്ട് ഈ ഐഡന്റിറ്റി കാർഡ് തിരിച്ചു കൊടുക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും ഓല കോളേജിലും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ടി സിക്ക് അപ്ലൈ ചെയ്യാൻ വന്നപ്പോഴും ഇതേപോലെ കുറെ പേപ്പേഴ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രക്കൊന്നും ഇല്ലെങ്കിലും ഒരു 2 പേപ്പറുകൾ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അപ്പോത്തിന് നമ്മളെ ടി സി കൈ കിട്ടി. ആ ടൈമിൽ ഞാനും ആദ്യം മാത്രമേ ഉള്ളൂ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പുറത്താണെങ്കിലും നല്ല മഴയുണ്ട്. കോളേജിന്റെ ഓരോ ഭാഗത്തുനിന്നും മഴ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. മഴ ആസ്വദിച്ച് ഞങ്ങളൊരു മുക്കിലിരുന്ന സമയത്താണ് ഒരു ഡിങ്കും മിങ്കും വന്നത്. കുറച്ചു നേരം ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ പോയിരുന്ന് കുറെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോയി. ചെല്ലല് മാത്രമല്ല മിസ്സിന് ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഡിപ്പാർട്ട്മെന്റിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ലാസസ് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണല്ലോ കഴിച്ചത്. അപ്പൊ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ നമുക്ക് മന്തി കഴിക്കാം. അന്ന് പിന്നെ നമുക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാണ്ടായിരുന്നു. പിന്നെ ആർക്കും അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകാനൊന്നുമില്ല. അപ്പൊ പിന്നെ ആക്കം പോലെ കഴിച്ചിട്ട് പോയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ജുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ തിരിച്ച് പോരാൻ നേരത്ത് സാറിന് വെറുതെ ഒന്ന് വിളിച്ച് നോക്കിയതാണ് ബസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആ കറക്റ്റ് സമയത്ത് തന്നെ ബസ് എടുക്കണുണ്ടായിരുന്നു. അപ്പൊ എന്നോട് അതിൽ കയറാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി കോളേജ് ബസ്സിൽ കയറാൻ പറ്റി. ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇതാ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിൽ പോയി.